Hi students, welcome to my college programs. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA സോഷ്യോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി. എല്ലാവർക്കും അറിയാം, സോഷ്യോളജി എന്നുള്ള സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് എല്ലാവരും ഈ ഒരു സബ്ജക്റ്റിലേക്ക് വന്നത്. സാമൂഹികപരമായ ബന്ധവും കൂടിയുള്ളൊരു വിഷയം കൂടിയാണിത്. നമ്മളെവിടെ പോയാലും നമ്മൾ പൊതുവെ എന്താ പറയുക, മാൻ ഈസ് എ സോഷ്യൽ ബീയിങ് അല്ലേ. നമ്മൾ സാമൂഹിക ജീവിയാണ്. മനുഷ്യൻ സോഷ്യൽ ബീയിങ് ആണ് അല്ലേ, സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് തന്നെ കുറേ മൂല്യങ്ങളും ഒരു കുട്ടി വളർന്ന് വലുതായി ഒരു മനുഷ്യരാവണമെങ്കിൽ സാംസ്കാരിക മൂല്യങ്ങൾ മുറുകെ പിടിക്കണമെങ്കിൽ ഒരു സോഷ്യൽ ബീയിങ് തന്നെ ആവണം. അതിനിപ്പോൾ സോഷ്യൽ സയൻസ് പഠിക്കണം നിർബന്ധമൊന്നുമില്ല, അങ്ങനെയല്ല മിസ് പറയുന്നത്. പൊതുവേ നമ്മുടെ സബ്ജക്റ്റ് മിസ് ഇപ്പോൾ BEd സോഷ്യൽ സയൻസ് ആണ് എടുത്തത്. അതെ, അപ്പോൾ ഞാനത് എടുക്കാൻ പേഴ്സണലി എനിക്ക് സോഷ്യലായിട്ട് കാര്യങ്ങൾ ഇടപഴകാനും സാമൂഹിക ഇടപെടലുകൾ നടത്താനും നല്ലൊരു ഇതാവാൻ വേണ്ടിയിട്ടാണ് പേഴ്സണലി മിസ് അതെടുത്തത്. പക്ഷേ നിങ്ങളിൽ ഓരോരുത്തരും ഒരുപക്ഷെ ഒരു ഡിഗ്രി എന്ന ലെവലിലൊക്കെ എടുക്കുന്നവരുണ്ടാവും. ഓക്കെ, എങ്കിലും സോഷ്യോളജി എന്ന് പറയുമ്പോൾ ഒരു മനസ്സിനൊരു മറ്റുള്ള ഈ സയൻസ്, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എന്നൊക്കെ പറയുമ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് അത് ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ, അതല്ല പൊതുവേ പറയുമ്പോൾ അതൊരു അങ്ങനെ കുറച്ചൊരു മാത്സ് ഒക്കെ കൂടി ഒരു ഇൻക്ലൂഡഡ് ആണ്. കുറച്ചൊരു എഫേർട്ട് തന്നെ എടുക്കണം. ഇതിന് എഫേർട്ട് എടുക്കേണ്ടെന്നല്ലെങ്കിലും പൊതുവെ നമ്മൾ കാണുന്ന ചില മാനുഷിക മൂല്യങ്ങളും പിന്നെ ഒരു മനുഷ്യൻ്റെ ധാർമ്മിക ചുമതലകളും പിന്നെ ഒരു കുടുംബത്തിലെ കുട്ടി ഉൾക്കൊള്ളേണ്ടതായ കാര്യങ്ങളും നല്ലൊരു മനുഷ്യനായി തീരാൻ വേണ്ട സാംസ്കാരിക മൂല്യം നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ ആയി വളരുന്ന ആ ഘടകങ്ങളൊക്കെ കിട്ടുന്നത് സമൂഹത്തിൽ നിന്നാണ്. ഇതന്നെ സമൂഹം തന്നെ കുറേ സോഷ്യോളജിസ്റ്റുകൾ, അതായത് സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ പഠന വിധേയമാക്കിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഒരു മനുഷ്യൻ, ഒരു കോമൺ മാൻ എന്തൊക്കെ റിലേറ്റഡ് ആണ്, എങ്ങനെയൊക്കെയാണ് ക്യാരക്ടർ വൈസ് മാറുന്നത്, ഒരു ക്രൂരനാവുന്നത് എങ്ങനെ, ഗുഡ് ആവുന്നത് എങ്ങനെ, പേഴ്സണാലിറ്റീൻ്റെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസിന് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സോഷ്യോളജിസ്റ്റുകൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ സൊസൈറ്റിയെ ഉദാഹരണമാക്കിയിട്ട് അത് സൊസൈറ്റിയിൽ ഇറങ്ങി തിരിച്ച് ആദിവാസി കേന്ദ്രങ്ങളിലൊക്കെ പോയി ഇരുന്ന് അവരുടെ ഓരോ ആചാരങ്ങളും അവരുടെ ജീവിതചര്യകളും ക്രമങ്ങളും ഒക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് ബുക്കുകളും ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അത് കൂടുതലും നമുക്ക് സിലബസിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മിസ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, സോഷ്യോളജി സാമൂഹികമായിട്ട് ഇടപഴകുന്ന സമൂഹത്തെ പറ്റി മനസ്സിലാക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് സോഷ്യോളജി, സാമൂഹിക ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത്, നിങ്ങളിപ്പോൾ BA സോഷ്യോളജി ആണല്ലേ, അപ്പോൾ BA സോഷ്യോളജി വിദ്യാർത്ഥികൾ ഇഷ്ടം കൊണ്ട് വന്നവരും ജസ്റ്റ് ഡിഗ്രി എന്ന ലെവലിൽ വന്നവരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. എങ്കിലും പൊതുവെ നിങ്ങൾക്ക് രസകരമായിട്ടും നല്ല രീതിയിൽ പെട്ടെന്ന് ക്വസ്റ്റ്യൻ ആൻസർ ബേസും എസ്സേ എങ്ങനെ എഴുതണം, പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് സിമ്പിളായിട്ടൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ സോഷ്യോളജിയെ കൈകാര്യം ചെയ്യാമെന്ന് മിസ് പറയാം. കൂടുതൽ പിന്നെ എന്ത് ചെയ്യുക, മനസ്സിലാവും. ഇത് വലിയൊരു സോഷ്യോളജി നമ്മുടെ ബുക്കാണ്, ടെക്സ്റ്റാണ്. ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്നുള്ള നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ടെക്സ്റ്റാണ്. നിങ്ങൾക്ക് കിട്ടൂലേ, നിങ്ങൾ ഡിസ്റ്റൻസ് ചെയ്തതാവുമ്പോൾ കൊറിയറിലൊക്കെ വരും. അപ്പോൾ ഇതാണ് കോഴ്സ് കോഡൊക്കെ അതിലുണ്ട്. ആർട്സ് ഓഫ് സോഷ്യോ BA ലേണിംഗ് മെറ്റീരിയലാണ് ശ്രീനാരായണ ഗുരു. അപ്പം ഇങ്ങനത്തെ ഒരു ബുക്കൊക്കെ കിട്ടും. അപ്പോൾ ഇതിൽ ഒരുപക്ഷെ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവും ചെയ്യും ഈ ബുക്ക് അല്ലേ. അപ്പോൾ നമ്മളെ ഫസ്റ്റ് പാഠത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ സോഷ്യോളജിയെ പറ്റി സാമൂഹികപരമായിട്ട് ഉള്ള റിലേറ്റഡ് ആയിട്ടൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ, അങ്ങനെയല്ല, പൊതുവെ സമൂഹത്തിൽ ഇടപെടുന്ന ആളുകളും ഇത് കാണുന്നുണ്ടാവും. ഒരു ഇഷ്ടപ്പെട്ടുകൊണ്ട് ഈ വിഷയം എടുത്തവരുണ്ടാവും. അങ്ങനെ പല കാറ്റഗറിയിൽ ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്കൊന്ന് നമുക്ക് കടക്കാം. Socio-political background of the emergence of sociology, scientific revolution, twin revolution, enlightenment and renaissance. ഈ 4 ഘടകങ്ങളിലൂടെയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കടന്നു പോകുന്നത്. ഈ ഘടകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഹെഡിങ് വരുന്നത് എന്താ, സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എമർജൻസ് ഓഫ് സോഷ്യോളജി. അതായത് നമ്മുടെ സാമൂഹികവും പിന്നെ രാഷ്ട്രീയപരവുമായ സാമൂഹികവും രാഷ്ട്രീയപരവുമായ പിന്നെ വ്യത്യാസങ്ങൾ ഏതൊക്കെ ഘടകങ്ങൾ വഴിയിട്ടാണ് ഇങ്ങനെ വന്നത്, എന്തൊക്കെ കാരണമായിട്ടുണ്ട് ഈ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ എമർജൻസ് നമ്മുടെ സോഷ്യോളജിയിൽ ഇങ്ങനെ ഒരു ഉയർച്ച വരണമെങ്കിൽ ഏതൊക്കെ ഘടകങ്ങളാണ് കാരണമായത്. സയൻറ്റിഫിക് റവല്യൂഷനും ട്വിൻ റവല്യൂഷനും എൻലൈറ്റ്മെൻറ്റും റെനൈസൻസും അല്ലേ. റെനൈസൻസ് നിങ്ങൾക്കറിയാമല്ലോ, ഇറ്റലിയിലാണ് റെനൈസൻസ് ഉണ്ടായത്.
പുനർജന്മം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതായത് പുനർജന്മം എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലകളിലും, അത് രാഷ്ട്രീയമാവാം, സാമൂഹികമാവാം, സാമ്പത്തികമാവാം, എല്ലാ സെക്ഷൻ, ഒരു സമൂഹത്തിലുള്ള പൊതുവെ സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയമൊക്കെ ഉണ്ട്, സാംസ്കാരിക 4 ഘടകങ്ങളാണുള്ളത്. ഈ 4 മേഖലകളിലും പിന്നെ പുനർജന്മം, ഇപ്പോൾ സാഹിത്യത്തിൽ അത് എടുക്കുകയാണെങ്കിൽ സാംസ്കാരികം, സാഹിത്യം എന്നുള്ള മേഖല എടുക്കുമ്പോൾ പുതിയ പുതിയ എഴുത്തുകൾ, പുതിയ പുതിയ ഗ്രന്ഥകാരന്മാർ, സാഹിത്യ ഗ്രന്ഥങ്ങൾ, പിന്നെ എന്താ പറയുക ഈ സയൻസ് പരമായ കണ്ടുപിടുത്തങ്ങൾ, ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു അല്ലേ. അതാണ് നവോത്ഥാനം. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടായത് ഇറ്റലിയിൽ. അതാണ് സാഹിത്യത്തിലൊക്കെ പെട്രാർക്കിൻ്റെ ഒക്കെ അല്ലേ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ കുറേ സാഹിത്യ രചനകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഇറ്റലി. അതാണ് നവോത്ഥാനം. ആ നവോത്ഥാനം എങ്ങനെയാണ് സോഷ്യോളജിയുടെ എമർജൻസിലേക്ക്, സോഷ്യോളജിയുടെ ഉയർത്തെഴുന്നേൽപ്പിലേക്ക് എമർജൻസ് ചെയ്യാൻ ഈ ഒരു റെനൈസൻസ് എങ്ങനെയാണ് കാരണമായതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് സോഷ്യോളജി, ഓക്കെ, socio political background and the emergence of sociology, scientific revolution, tin revolution, enlightenment and renaissance. Discuss about the significance of scientific revolution, including the theoretical and practical dimensions in the emergence of sociology. ഒന്നാമത്തെ ചോദ്യം വരിക എങ്ങനെയാണ്, നമ്മൾ വേറൊരു കാര്യം കൂടി മിസ് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ബേസിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലാണ് പോകുന്നത്. അതായത് ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സയൻറ്റിഫിക് റെവല്യൂഷൻ ഇൻക്ലൂഡിങ് ദ തിയറിറ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ഡയമെൻഷൻ ഇൻ ദ എമർജൻസ് ഓഫ് സോഷ്യോളജി. സമൂഹത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുന്ന ഒരു വിഷയമാണ് സോഷ്യോളജി. ഇവിടെ സാമൂഹിക പ്രതിഭാസങ്ങളെ ശാസ്ത്രീയപരമായിട്ട് മനസ്സിലാക്കുന്ന പ്രശ്നങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് നമ്മൾ സോഷ്യോളജി നിർദ്ദേശങ്ങൾ നൽകുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ സോഷ്യോളജി നമ്മൾ 19-ാം നൂറ്റാണ്ടായപ്പോഴേക്കാണ് ഒരു പഠനശാഖയായി മുന്നോട്ട് വന്നത്. സോഷ്യോളജിയുടെ ഉയർച്ചയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഒന്നാമത്തത് സയൻറ്റിഫിക് റെവല്യൂഷൻ, രണ്ടാമത്തെ പോയിന്റ് ഗ്രോത്ത് ഓഫ് സയൻസ്, മൂന്നാമത്തെ പോയിന്റ് ഗ്രോത്ത് ഓഫ് ടെക്നോളജി, നാലാമത്തെ പോയിന്റ് ഡെവലപ്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് സ്പിരിറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ്. വേറൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യത, എക്സ്പ്ലെയിൻ ദ ടിൻ റെവല്യൂഷൻ ഓഫ് ബ്രിട്ടൻ, ഹൗ ദീസ് ബ്രിങ് ചേഞ്ച് ഇൻ ദ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ്സ് ഓഫ് പീപ്പിൾ. എ ടിൻ റെവല്യൂഷൻ, ഓക്കെ, ടിൻ, TWIN. എന്താണ് ടിൻ റെവല്യൂഷൻ? ടിൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ ടിൻ റെവല്യൂഷൻ? പിന്നെ സയൻറ്റിഫിക് അടിസ്ഥാനത്തിൽ ഒരു കാര്യത്തെ ശ്രദ്ധിക്കുന്ന വിപ്ലവം നിലവിലുള്ള സാമൂഹ്യ ക്രമത്തിലുള്ള ഘടനാപരമായുള്ള വലിയ മാറ്റമാണ്. 14-ാം നൂറ്റാണ്ട് 17-ാം നൂറ്റാണ്ടിടയിലാണ് യൂറോപ്പിൽ ശാസ്ത്രീയ വിപ്ലവം നടക്കുന്നത്. ശാസ്ത്രീയ വിപ്ലവം എന്നാൽ ശാസ്ത്രീയമായ ചിന്തകളിലൂടെ സമൂഹത്തിൽ ഉണ്ടായിട്ട് വലിയ മാറ്റത്തെയാണ് നമ്മൾ സയൻറ്റിഫിക് റെവല്യൂഷൻ. അപ്പോൾ എന്തൊക്കെയാണ് സയൻറ്റിഫിക് റെവല്യൂഷൻ? ഡെവലപ്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് സ്പിരിറ്റ്, പിന്നെ ഗ്രോത്ത് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഈ 3 പോയിന്റുകളാണ് നമ്മുടെ എമർജൻസ് ഓഫ് വിച്ച് ആർ ദ മെയിൻ കോഴ്സിലെ കാരണങ്ങൾ. CIS കോഴ്സ് ഓഫ് എമർജൻസ് ഓഫ് സോഷ്യോളജി എന്നുള്ള ആൻസറാണ് ഡെവലപ്മെൻറ്റ് ഓഫ് സയൻസ്, ഡെവലപ്മെൻറ്റ് ഓഫ് ടെക്നോളജി, സയൻറ്റിഫിക് റെവല്യൂഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് സ്പിരിറ്റ് കേട്ടോ. അത് രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. എക്സാമിന് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ എക്സ്പ്ലെയിൻ ദ ടിൻ റെവല്യൂഷൻ. എന്താണ് ടിൻ റെവല്യൂഷൻ നിങ്ങൾക്ക് അറിയണ്ടേ? അതിനു മുമ്പ് ഈ സയൻറ്റിഫിക് റെവല്യൂഷനിലും പിന്നെ നമ്മുടെ സയൻറ്റിഫിക് റെവല്യൂഷനിലും ഗ്രോത്ത് ഓഫ് സയൻസിലും ഗ്രോത്ത് ഓഫ് ടെക്നോളജിയിലും വരുന്ന മാറ്റങ്ങൾ എങ്ങനെ ഇതിലേക്ക് വന്നു നമുക്ക് നോക്കാം. എങ്ങനെ വന്നത്? പിന്നെ Have you ever thought about how particular branches of knowledge of science development, നമ്മുടെ ശാസ്ത്രീയപരമായ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഊഹത്തിൽ എന്തായിരിക്കും ശാസ്ത്രീയപരമായിട്ട് ഡെവലപ്മെൻറ്റ് ആവുക എന്ന് പറയുന്നത്? എന്തായിരിക്കും അർത്ഥം? ശാസ്ത്രീയപരമായിട്ട് എന്താണ് നമ്മുടെ പിന്നെ കണ്ടുപിടുത്തങ്ങൾ തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. സയൻറ്റിഫിക് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയ വിപ്ലവം. ഈ വിപ്ലവം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മാറ്റം. അപ്പോൾ നല്ല നല്ല പുതിയ ടെക്നോളജീസ്, എന്തെങ്കിലുമൊക്കെ നല്ല പുതിയ കണ്ടുപിടുത്തങ്ങൾ, മാറ്റങ്ങൾക്ക് അനുസൃതമായ കണ്ടുപിടുത്തങ്ങൾ, പിന്നെ സമൂഹത്തിന് വേണ്ടിയിട്ട് ഉതകുന്ന തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള പല കണ്ടുപിടുത്തങ്ങളും നടന്നതുകൊണ്ടാണ് അവിടെ എന്നിട്ട് എന്നുണ്ടായി ഒരു വിപ്ലവം ഉണ്ടായി, ഒരു മാറ്റം ഉണ്ടായി. സാധാരണഗതിയിൽ നിന്നൊരു മാറ്റം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം എന്താ പറയുക, യന്ത്രങ്ങൾ, പിന്നെ അധികമൊന്നും യന്ത്രങ്ങളൊന്നും ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ല. അതായത് കർഷകർ, ഇപ്പോൾ കാർഷിക മേഖല എടുക്കുകയാണെങ്കിൽ കർഷകർ തന്നെയായിരുന്നു ഇത് കള പറിച്ചെടുക്കുന്നതും കൊയ്യുന്നതും, അങ്ങനെയൊക്കെ കർഷകരായിരുന്നു. പിന്നീട് അവിടേക്ക് സയൻറ്റിഫിക് റെവല്യൂഷൻ വന്നതോടുകൂടി യന്ത്രങ്ങളുടെ വരവാണ് വരുന്നത്. യന്ത്രങ്ങൾ കടന്നു വരുമ്പോൾ എന്താവും?
യന്ത്രങ്ങൾ ഏറ്റെടുക്കും. ജോലിയൊക്കെ ആരെ ഏറ്റെടുക്കും? യന്ത്രങ്ങൾ ഏറ്റെടുക്കും. അപ്പോൾ ഈ തൊഴിലാളികൾക്ക് ജോലി, അപ്പോൾ എന്ത് കാര്യത്തിനും എന്തുണ്ടാവും? ഒരു പോസിറ്റീവ് ഉണ്ടാവും, എന്ത് കാര്യത്തിനും ഒരു പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. അപ്പോൾ യന്ത്രങ്ങൾ ജോലി ഏറ്റെടുക്കുമ്പോൾ സാധാരണക്കാർക്ക് എന്തില്ലാതാവും? ജോലിക്ക് ഉള്ള സാധ്യത ഇല്ലാതാവും. ആ സമയത്ത് പിന്നെ യന്ത്രങ്ങൾ കൈയടക്കും. അപ്പോൾ ഒരു യാന്ത്രിക ലോകം തന്നെ പിന്നീട് മാറും. അതൊരു വിപ്ലവമാണ്. അതിൽ പോസിറ്റീവുണ്ട്, നെഗറ്റീവുണ്ട്. പോസിറ്റീവ് എന്താ? നമ്മൾ യന്ത്രങ്ങളാകുമ്പോൾ പെട്ടെന്ന് സ്പീഡിൽ ജോലി കഴിയും, എല്ലാം സ്പീഡായിരിക്കും. മനുഷ്യനാവുമ്പോൾ എന്ത് ചെയ്യും? മനുഷ്യനാവുമ്പോൾ അതിൻ്റെതായ യാന്ത്രികത കുറച്ച് കുറയല്ലോ, മനുഷ്യന് അധ്വാനിക്കണമല്ലോ. മറ്റേതിന് അധ്വാനത്തിൻ്റെ ഭാരം, വിശ്രമം ഒന്നും ആവശ്യമില്ല. അങ്ങനെ യന്ത്രം ഓണാക്കി അത് വർക്ക് ചെയ്തോളൂ. അപ്പോൾ യാന്ത്രികപരമായി പെട്ടെന്ന് എന്ത് ചെയ്യും? ഫാസ്റ്റ് ആവും, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഫാസ്റ്റ് ആവും. അങ്ങനെയുള്ള പോസിറ്റീവായിട്ട് പിന്നെ ഇൻകം കൂടും, പിന്നെ പ്രൊഡക്ട്സ് കൂടും. ഒരു ഏത് പിന്നെ യന്ത്രത്തിലിട്ടാലും പ്രൊഡക്ട്സ് കൂടും, ഇൻകം കൂടും. പക്ഷേ എന്തില്ല, പിന്നെ മനുഷ്യർക്ക് അങ്ങനെ പെട്ടെന്ന് പ്രൊഡക്ട്സ് കൂടില്ല. അവർ കുറച്ചധികം തൊഴിലാളികളെ വെക്കണം, അങ്ങനെയുള്ള കുറേ പ്രൊസീജിയേഴ്സ് വേണം അല്ലേ, കുറച്ചൊരു പ്രൊഡക്റ്റ് കൂടണമെങ്കിൽ. അപ്പോൾ സയൻറ്റിഫിക് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ വിപ്ലവം, അതായത് യന്ത്രങ്ങൾ കൈയടക്കി, പല മേഖലകളും യന്ത്രങ്ങൾ കൈയടക്കി എന്നാണ് പറയുന്നത്. സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എമർജൻസ് ഓഫ് സോഷ്യോളജി, സയൻറ്റിഫിക് റെവല്യൂഷൻ, ടിൻ റെവല്യൂഷൻ ആൻഡ് എൻലൈറ്റ്മെൻറ്റ് ആൻഡ് റെനൈസൻസ്. ഓക്കെ, പിന്നെ ഊർജ്ജതന്ത്രത്തിലും ജീവരസതന്ത്രത്തിലാണ് കൂടുതൽ സയൻറ്റിഫിക് റെവല്യൂഷൻ വന്നത്. പിന്നെ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നാം നിത്യജീവിതത്തിൽ നേടുന്ന, പിന്നെ നിത്യജീവിതത്തിൽ നമ്മൾ ചിലവർക്ക് അന്ധവിശ്വാസങ്ങൾ ഭയങ്കര വിശ്വാസമായിരിക്കും. അപ്പോൾ അന്ധവിശ്വാസങ്ങളൊന്നും ഇല്ലാതെ ശാസ്ത്രീയപരമായിട്ട് ചില സത്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാനൊക്കെ ആ ഒരു കാലഘട്ടങ്ങൾ കൊണ്ട് സഹായിച്ചു. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ പറയുന്നൊരു പോയിന്റ്, സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എമർജൻസ് ഓഫ് സോഷ്യോളജി. It is important to understand that knowledge was always scattered in society. Take the definite form outlined before the called science and discipline. Also qualify the called science was to made methods of collecting and organizing the scattered information. Then scientific revolution. What is scientific revolution? As the name suggests, the scientific revolution was all about science, but it asked a question. Was it revolution? Then must be posed to minutes of therefore yes. You are right, there was not revolution the strict sense of them, but they referred to the because significant role of played in reconstructing the idea of knowledge and method of acquiring it. അതാണ് സയൻറ്റിഫിക് റെവല്യൂഷൻ എന്ന് പറയുന്നത്. സം ഇമ്പോർട്ടൻറ്റ് സയൻറ്റിഫിക് ഫാക്ട്സ് ദാറ്റ് പ്ലേസ്ഡ് ലോങ് സ്റ്റാൻഡിങ് ബിലീഫ് ഓൺ ദെയർ ഹാർട്ട് ഡ്യൂറിങ് ദ സയൻറ്റിഫിക് റെവല്യൂഷൻ ആർ ഈച്ച് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. അപ്പോൾ സൂര്യന്, ചന്ദ്രൻ എല്ലാം പഠനത്തിന് വിധേയം. ഭ്രമണപഥം, നക്ഷത്രങ്ങളെ കണ്ടുപിടിച്ച് പുതിയ പുതിയ ഓർബിറ്റ്സ്, പിന്നെ നമ്മുടെ എന്താ പറയുക, അച്ചുതണ്ട്, ഭൂമി കറങ്ങുന്നത്, അങ്ങനെ എല്ലാത്തിലും കണ്ടുപിടിച്ച് ഓരോരോ കണ്ടുപിടുത്തങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ അത്രയും ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ നടന്നതുകൊണ്ടാണ് സയൻറ്റിഫിക് റെവല്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ. സയൻസ്